സ്ക്രൂ ഡ്രൈവർ ഉണ്ടാ നിന്റെ ചായ ഒന്നും വേണ്ട എന്റെ സ്കൂട്ടർ വേണ്ട. സ്കൂട്ടർ എന്തിനാ എനിക്ക് പല്ലൂത്തി കളിക്കായി സ്കൂട്ടർ അവിടെ കാണില്ലെന്ന്. ബാലു നിങ്ങൾ സ്കൂട്ടർ എങ്ങനെ അടുക്കളയിൽ എന്തിനാ കുടം പോയ കുന്തത്തിൽ തപ്പണം. കുന്തം പോയ കൊടുത്തിലും തപ്പണം. ആക്കെങ്ങാനും ഉടക്കിപ്പോയി അപ്പ തിരുത്താൻ മതി. എടി സ്കൂട്ടർ എവിടെ? ആ ആക്രിയുടെ കൂട്ടത്തിൽ അങ്ങനെ കാണും. ആക്രിയല്ലടി അതിന്റെ ജീവന. എന്റെ പണിസ്ഥാനങ്ങൾ എനിക്ക് ജീവനാണ്ടി ആക്രിയല്ലടി. ജീവനാണെങ്കിൽ പിന്നെ എങ്ങനെ അടുക്കളയിൽ വരണത്? അത് സൂക്ഷിച്ചോ. നീ ചിലപ്പം പപ്പടം കുത്താൻ വേണ്ടി എടുത്തോണ്ട് വരും, എനിക്കറിയാം. ആ എടാ പപ്പട കുത്താൻ എടുക്കായി. നീ പപ്പട കമ്പി ഇല്ലെങ്കിൽ സ്കൂട്ടർ വെച്ച് കുത്താലോ. ബാലു ഞാൻ എടുത്തില്ല ബാലു. ഒന്നാമത് ആ പരിസരത്ത് പോലും ഞാൻ പോവാറില്ല. പോയിട്ടുണ്ട് എനിക്ക് പേടിയാണ്. വല്ലതും കാണാണ്ട് പോയി എന്റെ തലയിൽ വരുമല്ലോ. എനിക്കറിയില്ല, നിങ്ങൾ പോയി നോക്ക്. ഞങ്ങൾ വല്ല മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നല്ലാണ്ട് ഈ സ്ക്രൂ ഡ്രൈവർ ഒന്നും തൊടാറ് പോലും ഇല്ല. കറക്റ്റല്ലേ? ഞാൻ എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല അച്ഛാ. ഞാൻ പണി തിരിഞ്ഞു പോലും നോക്കാറില്ല ഏരിയയിൽ. അയ്യെന്ന് പറയുന്നത് പശു ചാണായിട്ട് വെച്ചേക്കണം. അത്ര വൃത്തിയായിട്ട സാധനം അവിടെ. എന്റെ പണി സാധനം അത്ര വൃത്തിയായിട്ട സാധനം അവിടെ. അയ്യെന്ന് പറയാ അച്ഛാ എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. ബാലു പിന്നെ സ്കൂട്ടർ ബാലു നമുക്കറിയില്ല. ബാലു ഒന്നും കൂടെ ഒന്ന് നോക്ക് ചെല്ലി. സ്ക്രൂ ഡ്രൈവർ ഒന്ന് പോയി നോക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ. ഒന്നും കൂടെ നോക്കി ഒന്നും പറ്റാൻ പോണില്ല. എടാ എടക്ക ആ കടയിൽ പോയാലും ബാലൻസ് പൈസ കിടന്നേ. അയ്യോ ഞാൻ മറന്നുപോയി. മൊത്തം എത്ര? 145 രൂപ. ബാക്കി 55 രൂപ. സ്ക്രൂ ചായ ഇതല്ലേ സ്കൂട്ടറിന്റെ പിടി. ഇതെങ്ങനെയാണ് എന്റെ വന്നത്? ഇതെങ്ങനെ എന്റെ വന്നത്? പറന്ന് വന്ന് മറ്റേതാ പോകണ്ട നോക്കാൻ. മറ്റേ സാധനം സ്കൂട്ടറിന്റെ പിടി അല്ല ഇതിവിടെ ബാലൻസ് ഉണ്ടാ നോക്കാം. അപ്പുറത്തെ പോക്കറ്റ് ഇതിലില്ല. അപ്പൊ ബാക്കി ആരെടുക്കും? ഇതെങ്ങനെ എനിക്ക് അറിയില്ല. ഇത് കൊണ്ട് ഞാൻ എങ്ങനെ ഇളക്കും? ഇത് കൊണ്ട് ഞാൻ എങ്ങനെ ഇളക്കും? പറ, എങ്ങനെ ഇളക്കും? എന്തിനാണ് ഇതൊക്കെ എടുക്കാൻ പോയത്? ബാക്കി എവിടെയാ തപ്പറ? ഇവിടെ ആലോചിച്ചോടാ. ബാക്കി അവിടെ എങ്ങനെ പോയി നോക്ക്. അവിടെ ചിലപ്പോ അപ്പുറത്തുണ്ടാവും പിടി. എങ്ങനെ ഒരു കാര്യം പറയാം, ബാക്കി സാധനം കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതി ഞാൻ പ്രതികരിച്ചു എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി സാധനം എടുത്തു രണ്ടാക്കൂടാ. എന്ത് ധൈര്യോടെ എന്റെ പരിസാധനം രണ്ടാക്കായി? നീ എന്നെ രണ്ടാക്കടാ. എന്നെ പറ്റി മാറ്റടാ. പിച്ചാത്തി എടുത്തു തരാം. ഇതല്ലേ ഈ സാധനമല്ല ആ സാധനം. പിടി ബാലൻസ്. ഇതെങ്ങനെ ഇതിൽ വന്ന? തള്ളയും മക്കളെയും കൂടെ തമ്മിലുള്ള ഞാനെടുത്തില്ല ബാലു. സത്യോടെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു കാലത്തും പണി ചെയ്ത് ജീവിക്കുകയാണ്. അതിനുവേണ്ടി തള്ളയും മക്കളും കൂടെ കാണിച്ച പണിയാണിത്. എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എടുത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ അതിന്റെ ആവശ്യം? ഇതൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം എന്തിനാ? കാരണം ഞാൻ ഇത് വെച്ചാ ഇപ്പൊ കൂത്തണ ആ പപ്പടക്കമ്പി പോലും കാണുന്നില്ല. എനിക്കറിയില്ല. ഒന്നിവിടെ ഒന്നവിടെ കാണിച്ചു തരാം. വല്ല കാര്യമുണ്ട് അതൊക്കെ എടുക്കണ്ട. ഇപ്പൊ വേറെ ഒന്നും കണ്ടില്ല. അച്ഛനെ പിടി മൊത്തം പോയിരിക്കണം. ഇത് പോയിട്ട് പോലും അറിഞ്ഞില്ല. ഇത്ര ഉള്ളത്. അമ്മ ഒന്ന് പോയി സോൾവ് ചെയ്തിരിക്കുന്നു. മനസ്സമാനം കിട്ടത്തില്ല. ഞാൻ എടുത്തിട്ടില്ല. ഇത് എങ്ങനെ എന്റെ കയ്യിൽ വന്നു? അതെങ്ങനെ അവിടെ വന്നു? ഞാൻ സമാധാനമായിട്ട് മിണ്ടത് കേട്ടോ. ഇത് എന്റെ കയ്യിൽ വന്ന പോലും പുള്ളി അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് വാ. ചെറിയൊരു കാര്യത്തിന് വേണ്ടി വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ എന്തായാലും ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അപ്പൊ അതിന് വെറുതെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഇങ്ങോട്ട് വന്നേ. ഇതെങ്ങനെയാണ്? എങ്ങനെ? ഓക്കെ, സംഭവം തീർന്നു. ഇനി ഇത് വെച്ചാൽ കുത്തി ഇളക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാ ചായ എടുത്തുണ്ടാട്ടെ. പ്രശ്നം വിട്ട് വാ. ചായ എടുത്തുണ്ടാരാ. ഞാൻ ഇപ്പൊ എടുത്തുണ്ടാ ചായ. എന്നാ പിന്നെ വിട്ടേക്ക് പോട്ടെ. അതെല്ലാം വിട്ടേക്ക്. ഇതൊന്നുമില്ല, പ്രശ്നമെല്ലാം നമ്മൾ സോൾവ് ആക്കി. ബാലുവിന് ഞാൻ സ്പെയർ പാർട്സ് മേടിക്കാൻ പൈസ തരാന്ന് പറഞ്ഞില്ലായിരുന്ന? എടാ പോയി ബാഗ് എടുത്തോണ്ടോ. ശരി. വിട് ബാലു, അത് പിള്ളേര് എന്തിനാ അതൊക്കെ കാര്യമായിട്ട് എടുക്കണേ? കുടുംബത്തിൽ വെറുതെ വഴക്കുണ്ടാക്കണ്ട. എന്റെ അച്ഛൻ ഈ പറയുന്ന മാത്രം പ്രശ്നമൊന്നുമില്ല.
ഇത് നോക്കിയേ, ദേ ഇത് കേടായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ വെക്കാം, സമയം പോലെ വെക്കാം. ബാഗ് ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, മേല അച്ഛന്റെ പണി സാധനങ്ങൾ ഒന്നും എടുത്ത് കളിച്ചേക്കരുത്. കാരണം ഇത് പണി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ്. ഇതുകൊണ്ട് നമ്മൾ ജീവിക്കണല്ലേ. നിങ്ങക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണോ അതൊക്കെ? ആ എന്തായാലും ഒരു 500 തരാം. മുതലെടുക്കണല്ലേ ബാലു. അമ്മ എടുത്ത് കൊടുക്കുമ്പോ പ്രശ്നം സോൾവ് ചെയ്തൂടെ? ആരും ഞാനും കണ്ണന്റെ ബാഗും താഴ്ത്തിട്ട് ബാഗ് എടുത്താ ഇങ്ങോട്ട്. നിന്റെ ബാഗ്. ഓ ബാഗ്. എനിക്ക് ഈ സാധനം ഇല്ലാത്തൊന്നും എങ്ങനെ അറിവുള്ളടി? എനിക്കെന്തിനാ ഈ സാധനമൊക്കെ? ഞാൻ ഇതിന്റെ അടുത്ത് ബാഗിലിടണ അതിന്റെ ആവശ്യം എന്താ എനിക്ക്? അമ്മ എന്ത് എടാ ഞാനല്ല, എനിക്ക് അതിന്റെ ആവശ്യം ഇല്ലല്ലോ. എന്തിനു ഞാൻ നിങ്ങളെ അച്ഛന്റെ പണി സാധനം എടുത്ത് എന്റെ ബാഗിൽ വെക്കണേ? അതാണ് ഞാൻ ചോദിക്കണം, എന്തിനാ എടുത്തു വെച്ചത്? ഒന്ന് പോടാ അവിടുന്ന്. ഇതവളെ അടവാണ്. എന്റെ പണി സാധനം അടിച്ചു മാറ്റി എന്റെ പണിയിൽ നിന്ന് എന്നെ വിരോധിപ്പിച്ചിട്ട് എന്നെ ഗൾഫിൽ പറഞ്ഞേക്കള അടവ് ഇതൊക്കെ പണ്ടേ ഉണ്ട്. അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇല്ലേ? അപ്പൊ പിന്നെ ആരടപടി? നിന്റെ കുട്ടമ്പളയുടെ പ്ലാനാ? നോക്കിയേ എന്താ ഇങ്ങനെന്താ പ്രാന്തായ? എനിക്കെങ്ങനെ അറിയാം? വാതിലടിച്ചിട്ട് പൊളിക്കൂ. ഇപ്പൊ കണ്ടല്ലേ, ആരെങ്കിലും കയറിയാ കറണ്ട് പിടിച്ചു കൊടുക്കും ഞാൻ. അപ്പൊ ഞാന് എന്താണോ അതിന്? എനിക്കറിയില്ല. എന്റെ ദൈവം എന്തോന്നാണ്? സത്യമായിട്ട് ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. മനസ്സാ വാച്ച കർമ്മ ഞാനല്ല. സത്യമായിട്ട് ഞാനല്ല. അച്ഛനാണ് സത്യം. അവരായിരിക്കില്ല. അപ്പൊ എനിക്ക് ആളെ പിടികിട്ടി. ആര്? അതൊക്കെ പിടികിട്ടി. പക്ഷേ ഇപ്പൊ ഞാൻ പറയില്ല, തെളിവോടെ ഞാൻ സബ്മിറ്റ് ചെയ്യാം. ഓക്കേ, തെളിവോടെ ഞാൻ സബ്മിറ്റ് ചെയ്യാം. അമ്പടി കള്ളി എവളായിരുന്നല്ലേ? ഇതാണ് ഞാൻ ഉദ്ദേശം. ഇതാണ് പോണ പോകണ്ട. എന്തെടുക്കാൻ പോയതാ? ആ വരണം, തിരിച്ചു വരണം.
അയ്യോ ഒളിച്ചോടാൻ അയ്യോടാ എവിടെ പോണ ഈ കവറും കൊണ്ട്? എവിടെ പോവാ? പടവലത്താ? പടവലത്ത് ആരാ ഉള്ളേ? അപ്പൂപ്പനെ കാണാൻ പോവാ. കുട്ടമ്പിള്ള പോയിട്ട് കുട്ടമ്പിള്ള പോയിട്ട് വാ. നാളെ വിട്ട് പോകണ്ട. എവിടെ വരെ പോകുന്നു? പോണൊക്കെ കൊള്ളാം. ചട്ടി മാറ്റി പാൻറ്റും ഇട്ടോണ്ട് പോ, മനുഷ്യനെ നാണം കിടത്താതെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇറങ്ങിപ്പോകാം. അച്ഛന് അതേ സ്വഭാവം. അവിടെ തൂക്കിച്ചെടു. ആ കവറിനകത്ത് എന്താ നോക്കട്ടെ. കവറിനകത്ത് എന്താ? ഷഡ്ഡി. ഷഡ്ഡി വേറൊന്നും കണ്ടില്ലേ? കുറെ ഷഡ്ഡി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഷഡ്ഡി മാത്രം മതി മക്കൾക്ക്. വേറെ ഫ്രോക്ക് ഒന്നും വേണ്ടേ? ഷഡ്ഡി മാത്രം ഇട്ടാ മതിയാ? ഷഡ്ഡി ഇട്ടേക്കെ, ഷഡ്ഡി ഇട്ടേ കവറിലിട്ടോ. വേറെന്തെങ്കിലും ഉണ്ടോ അമ്മ? അതിങ്ങനെ കൊടുക്കുക, അത് കുഞ്ഞിന്റെ. അമ്മ വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും ഇല്ല, ഷഡ്ഡിയും ഇത് സ്നാക്കും മാത്രമേ ഉള്ളൂ. പൊക്കിയെടുത്ത് അകത്തേറ്റ്. ഇനി വാ, മക്കള് പോവണ്ട. പോലെ അമ്മനെ കളഞ്ഞിട്ട് പോവല്ലേ കേട്ടോ. അമ്മനെ കളഞ്ഞിട്ട് പോവോ? ഇല്ല. ജട്ടി കച്ചവടം തുറക്കാൻ കൊണ്ടുപോകും. എന്ത് തണുപ്പാവേ, ഡാഡി ഗിരിജി. ഒടുക്കത്തെ തണുപ്പും മഴയും. ഈ പുതപ്പ് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല കേട്ടോ, ഇപ്പഴേ പറയാം. എന്ത് തണുപ്പ്? എനിക്ക് തണുപ്പൊന്നും തോന്നാനൊന്നുമില്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ളവർക്ക് തണുപ്പൊന്നും ഏൽക്കൂല. ഇവക്ക് പ്രതിരോധ ശേഷിയില്ല, അതുകൊണ്ടാണ്. അത് മാറാനൊരു വഴി പറഞ്ഞു തരട്ടാ. ഒരു വഴിയില്ല, ഇതുപോലെ പുതച്ച് മൂടി കിടന്നുറങ്ങുക. പാത്രം കഴുകട്ടെ അമ്മ? ഈ കൊല്ലത്തില്ല, ഈ പുതച്ചുണ്ടോ? വേണ്ട അല്ലേ? നീലുവേ ഇതിനെ പിടിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇട്. ചേച്ചി അത്രയ്ക്ക് തണുപ്പുണ്ടോ? ജോലി ചെയ്യാതിരിക്കാനുള്ള കള്ളത്തരായിരിക്കും. ഓ ചാടുന്നു. ഇതിന്റെ 5-6 വീഡിയോ എടുത്ത് അളിയന് സെൻഡ് ചെയ്യണം. തമാശയായിരിക്കും കേട്ടോ. എല്ലാത്തിനും ദ്രോഹിക്കണം ഒറ്റ ചിന്തയേ ഉള്ളൂ അല്ലേ? എന്റെ പൊന്നു സൂര്യഭഗവാനെ ഒന്ന് അടുത്തോട്ട് വാ. അതെന്തിന് പ്രാർത്ഥന അടി? അതറിയാൻ പാടില്ലേ? സൂര്യൻ ഇവിടെ ഇല്ല, പുള്ളി പോയി. എന്താ പറയണത്? എന്റെ ചേട്ടാ, ഈ ഭൂമിയും സൂര്യൻ തമ്മിലുള്ള അകലം ഉണ്ടല്ലോ, അത് കൂടിയെന്ന്. അതുകൊണ്ടാണ് ഇത്ര തണുപ്പ്. പിന്നെ മഴയും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. എന്റെ കൃഷ്ണ, ഒന്നിപ്പോ വന്നു പോയേ ഉള്ളൂ. ഇനി എന്നെ കൊണ്ട് പറ്റൂല താങ്ങാൻ. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ, പിന്നെ വിസ്തൃതമായ പേർ കിരീടിയും. അർജുനൻ, ഫൽഗുണൻ, പോയതെന്തത്? ഇവിടെ വല്ല അന്റാർട്ടിക്കയിൽ ജനിച്ചിട്ട് പെൻകിനെ പോലെ പോകണം. അല്ല തണുപ്പുണ്ട്, അത് ശരിയാണ്. എനിക്ക് ഈ മുട്ടുവേനുണ്ട്, കാലിന് പാദമൊക്കെ വേന നിൽക്കുന്നുണ്ട് താഴ്ച കിട്ടുമ്പോ. അത് വയസ്സായോണ്ട്. അയ്യോ, ഒരു കൊച്ചു പയ്യൻ നിൽക്കുന്ന കണ്ടില്ലേ? എന്താടേ ഞാൻ കൊച്ചു തന്നെടി. എടി ചെറുപ്പം തന്നെ. എന്റെ ശരീരം എങ്ങനെയാണ് വളയും കണ്ണോ? കണ്ണോടി കണ്ടാ ഇങ്ങനെ ചാച്ച ഒരുപാട് ഇതാക്കണ്ട. വലിച്ചു നിവർത്താൻ ആരെങ്കിലും വിളിക്കേണ്ടി വരും. വലിച്ച് നിർത്താൻ. അച്ഛന് അതിനെ പാട്ടി ഇടിച്ചാച്ചാ ഇടിച്ചായിരുന്നാ? എവിടെ കിളവെവിടെ? കുട്ടമ്പിള്ള അമ്മ അച്ഛൻ ഇപ്പോഴും 25ന്റെ ആരോഗ്യം കേട്ടോ. ഇറങ്ങി പടയായിരുന്നു അച്ഛനെ പൊക്കിക്കൊണ്ട് നടക്കുക. 10ാം ക്ലാസ് അല്ലേ? പോയി പഠിക്കടാ. പഠിക്കാൻ എനിക്കറിയാം. പോയി പഠിക്കടാ. ഇപ്പൊ രണ്ടുപേരും എനിക്കെതിരെ ഇരിഞ്ഞ അച്ഛോ അച്ഛാ. അയ്യോ ഇതടി അടുത്തടാ. പോട്ടെ, അറിയാണ്ട് മേടിച്ചല്ലേ, ചോദിച്ചു വാങ്ങിയതല്ലേ. വാ വാ. കുട്ടമ്പടെ കൂടെ കുഞ്ഞു ഇടിച്ച് കരുത്തരം കണ്ടേ. ചെടി. കൂടെ അടി. അച്ഛനെ അടിച്ചേണ്ടാ, കൂടെ അടി. കറക്റ്റ്. പെട്രോളിൻ്റെ ബില്ല് തരാൻ പറഞ്ഞാൽ തരൂല, ഇല്ലെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരും. ഇതാ പെട്രോളിൻ്റെ ബില്ല്. ഇത് കള്ളത്തിലാണോ അവന്മാർ ബില്ലൊക്കെ തരണത്? കള്ളവില്ലായിരിക്കും. അയ്യോ ഇവിടെ കിടക്കണം. ഞാൻ വിചാരിച്ചു വല്ല അശരീരിയായിരിക്കും. ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. കാലിൽ കൂടെ തണുപ്പിങ്ങനെ എരച്ച് കയറുവാണ്. എന്റെ പൊന്നു മകളെ എണീറ്റ് 2 ചാട്ടം ചാടുക. അപ്പൊ ബ്ലഡൊക്കെ നന്നായിട്ട് ഓടും. അപ്പൊ തണുപ്പ് മാറും. അതൊക്കെ നോക്കിയാച്ചാ. ഇനി പുതപ്പ് മാറ്റി കഴിഞ്ഞാൽ തണുപ്പടിക്കും. തണുപ്പടിച്ചാൽ എന്റെ രക്തം കട്ടുപിടിക്കും. ഞാൻ അങ്ങനെ തട്ടിപ്പോയിക്കാൻ എന്ത് ചെയ്യും? പിന്നെ നീ ഇങ്ങനെ ഇരിക്കാൻ പോകണ? അല്ല, കിടക്കാൻ. ആ ഗ്രൈൻഡർ അരയണില്ല മര്യാദക്ക്. പുതിയ എന്തായാലും ഒരെണ്ണം മേടിക്കേണ്ടി വരും. അത് ശരിയാക്കി നശിപ്പിച്ചു വെച്ചേക്ക്. ഇയാൾ എണ്ണം കേട്ടോ ശരിയാക്കിയത്? ബാലു എന്ന് പറഞ്ഞ ഒരുത്തനാ. എനിക്കല്ലേ കൂടുതൽ കേട്ടാ. അതിനിപ്പോ എന്തിയായി? പുതിയത് മേടിക്കണമെന്ന്. പുതിയ മേടിക്ക് കുറച്ച് പൈസ ജംഗ്ഷൻ നീ പരിചയമുള്ള കടയുണ്ടല്ലോ, അവിടെ ഞാൻ ഒരു ഗ്രൈൻഡർ വാങ്ങിക്കാം. പിന്നെ പൈസ കുറച്ച് നീ കൊടുത്താൽ മതി. വാങ്ങുമ്പോ നല്ല കമ്പനി നോക്കി മേടിക്കണേ. അയ്യോ നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ട് ഇതില്.
ഞാൻ വാങ്ങിച്ചോളാം. പരിചയം ഉണ്ടെന്നറിയാം, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇഞ്ചോണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞ ആഴ്ച ഇഞ്ചോണ്ട് പഠിപ്പിക്കാൻ ഹലോ ചേച്ചി, ഇവിടെ ഞാൻ കണ്ടില്ല. നീ ഇവിടെ കിടപ്പുണ്ടായിരുന്നാ? പിന്നിലാണ്ട് ബാലു കണ്ടില്ലേ ബാലു? അപ്പാ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എവിടെ നിന്ന് കാണാനാ? എന്താ പ്രശ്നം എന്ത്? എടേ ഈ കേശു എന്ന ബുൾഡോസർ ലച്ചു എന്ന പഴത്തൊലിയെ പുറത്തെറിഞ്ഞത്. ഇതായിരുന്നാ ഞാൻ പേടിച്ചു പോയി. ഇവളിപ്പോഴും ഇതിനകത്ത് ചുരുണ്ട് കൂടി ഇരിക്കണ. ഇടി എന്തോ കഷ്ടം തന്നെ കേട്ടത്. ആർക്കും ഒരു ശല്യമില്ലാതെ എവിടെയും ചുരുണ്ടൂടി കിടക്കാന്ന് വെച്ചാൽ കേറി വന്നോളൂ മാരണങ്ങള്. എന്തായാലും ലച്ചേച്ചി മഴ മാറുന്ന കുളിക്കാൻ പോണില്ല. മഴ മാത്രം മാറിയാ പോരാ, ആ സൂര്യനും കൂടെ ഭൂമിക്ക് അടുത്ത് വരണം. ഓ അപ്പൊ അതുവരെ കുളിയില്ല. നേരെ അവിടുന്ന് അമ്മാ കൂടെ പോക്കുണ്ട്. അവിടെ ലച്ചുവേ, വെള്ളം ചൂടാക്കി തരാൻ. രാത്രിയെങ്കിലും ഒന്ന് കുളിക്കണം കേട്ടോ. ആലോചിക്കാം. മേലെങ്കിലും കഴു, കയ്യും കാലെങ്കിലും കഴിയാൻ മതിയായിരുന്നു. പാറുവിന്റെ തുണി പിറക്കി എനിക്ക് മതിയായിട്ടാ. അവിടെ ഇവിടെ ഊരൂരിയിടും. എന്റെ പൊന്നു, നനയ്ക്കാൻ കുറെ ഉണ്ടല്ലോ. ബാലുവേ, ആ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ഒന്നിങ്ങോട്ട് വന്നേ. എന്താണ് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല എന്താ? ദേ ഇത് കണ്ട, തുണി കഴുകാനുള്ള തുണിയാ. ഈ മഴ കാരണം തുണിയൊന്നും കഴുകാൻ പറ്റില്ലല്ലോ. അതേ കുന്നുകൂടി കിടക്കുക. ഇതെങ്ങനെ കഴുകാനാ ഇപ്പൊ ഞാൻ എല്ലാം ഒറ്റയ്ക്ക്? നമുക്ക് ഇതെല്ലാം കൂടെ ഡ്രൈ ക്ലീൻ സെന്ററിൽ കൊടുക്കാം, ലോണ്ടറി കൊടുക്കാം. ഭയങ്കര പൈസയാവും. നിങ്ങൾ കൊടുക്കുവോ? പൈസ ഞാൻ കൊടുക്കൂല. കൊടുക്കൂലേ? കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ടെന്നേ. ഇതിപ്പോ അത് അങ്ങനെയൊക്കെ അത് പിന്നെ ശീലമായി മാറും, മടിയാവും. നമുക്ക് കഴുകി തീർക്കാം ഇത്. എല്ലാം ഉണ്ട്. ആ വിഷ്ണുവിന്റെ റൂമിലുള്ള പുതപ്പൊക്കെ ഇങ്ങെടുത്തുണ്ടോ? ഷീറ്റും എല്ലാം. അവരവരുടെ ഡ്രസ് അവരവർ കഴുകാൻ പറഞ്ഞിട്ടില്ലടാ. അച്ഛന്റെ ഡ്രസ്സും കൊണ്ടു കൂട്ടത്തി. അപ്പോ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒറ്റ കഴിയൂടെ? ഞാൻ കഴുകുമെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ ആരും കഴിയൂ? നിങ്ങൾ അച്ഛനും മക്കളുണ്ടോ കഴുകും. അമ്മാ ഇതാരും ഇത് മുടി തന്നെയാണാ? പിന്നല്ലാതെ. അതൊരു പ്രത്യേക സ്മെല്ല് തന്നെ. നമുക്ക് പോവാ. അല്ല, ഇതിപ്പോ ഒരു എല്ലാം കൂടി കെട്ടിയിട്ടേ, എടാ അവരെ വിളിക്കേ. ആരെ? ഇത് എല്ലാം കൂടി കെട്ടിയിട്ട് നമുക്ക് വർക്കേരിയെ കൊണ്ട് വെക്കാം. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം മഴ ഇല്ലെങ്കിലേ ഉച്ചയ്ക്ക് ശേഷം കഴുകുക. അഥവാ മഴ വരികയാണെങ്കിൽ നാളെ കഴുകുക. ഇത് കെട്ടിയിട്ട് 4 സൈഡ് കെട്ടാൻ പഠിപ്പിച്ചായിരുന്നു. നിന്നാ കെട്ടിയില്ലേ? കുത്തോല എടുത്തില്ലേ? അങ്ങനെ കെട്ടി, അതാണ് മര്യാദ കെട്ടാ അറിയാൻ പാടില്ല. നീ സഹായടേ, നീ സഹായരേ. ഇത് ഞാൻ കെട്ടി വെക്കാനാ? ആ മൂലം ചെറുക്കാ. ആദ്യം കെട്ടി വെക്കാം. ആ മൂലം ചെട്ട്, ആ മൂലം ചെട്ട്, അത് ചെട്ടിട്. ഇത് കൊറേ ഉണ്ടല്ലോ. നിനക്ക് വായോഗ്യം ഇടന്നാ മതിയാടാ, നിനക്ക് കഴിവുണ്ടടാ, വയ്ക്കട്ടാ. നമുക്ക് മക്കളുടെ കാര്യം ചെയ്യേ. അച്ഛന് നടുവയ്യ, കുറച്ച് വെയിറ്റേ ഉള്ളൂ. തുണിയല്ലോ, തുണി ഞാൻ അധികം വെയിറ്റ് ആണൂല. മക്കളെടുത്ത് ഞാൻ ഒറ്റയ്ക്കാ? അവിടെ വടക്കേപ്പുറത്ത് കൊണ്ട് വേടേ, വർക്കേരിയെ കൊണ്ട് വേടേ മുടിയാ. ഞാൻ ഒറ്റയ്ക്കാ? ഇത്ര തുണി എടുക്കുമ്പോൾ ആര് വേണം? മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ. നോക്കടാ, നോക്കണച്ചാ മുടിയാ. നീ അങ്ങോട്ടായിരുന്നു നോക്കടാ. അച്ഛൻ മോളോട്ട് നോക്കണേ. പറയാൻ പറ്റില്ല, വല്ല കാക്കവെല്ലാം കൊത്തിക്കൊണ്ട് മോളെ കൊണ്ട് വെച്ചാലേ. ഒന്ന് പോവാലോട്. അച്ഛാ അവിടെ ഒന്നും ഇല്ല. ആ സൈഡൊന്നും ഇല്ല. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചേച്ചി, 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 ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നത്? ചേച്ചി, എനിക്ക് തോന്നുന്നത് ആട്ട പഠിച്ച സിദ്ധുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരിക്കും. ശരിയായിരിക്കും, ചിലപ്പോ ദേഷ്യം വന്നും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ എന്നാ? ഞാൻ വിളിച്ചു നോക്കിയത്. വിളിക്ക് ആവശ്യമിതൊന്നും പറയരുതോട്ടെ. എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്. പിന്നെ നീ എന്നെ പഠിപ്പിക്കുന്നത് വേണ്ട മര്യാദ. ഇതിനടുത്തണ്ണ ലച്ചുനെ കാണാനല്ലോട്ടാ. ലച്ചുനെ അണ്ണനെ കാണണം എന്ന് പറഞ്ഞു ലച്ചു. നമ്മളെല്ലാം ഇവിടെ വരാം. ഡേയ് വിളിച്ചോക്കടാ. അവിടെ ഇല്ലല്ലേ? ഞാൻ അടിച്ചു അടി. അല്ല അവിടെ ഇല്ലല്ലോ. ചോദിച്ചാ നീ അവള് കോൾ എടുക്കണില്ല. ഈ എത്ര പ്രാവശ്യം വിളിക്കണ കോൾ എടുക്കാത്ത എന്ത് സൈലന്റിലാണ്? റിങ്ങുണ്ടല്ലേ? റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറയാൻ നോക്കാം. ഫോൺ വീടാ. ഫോൺ വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. നോക്കട്ടെ.
ഏയ് ഇല്ലച്ചാ. അച്ഛാ റിങ് ഉണ്ടല്ലോ എവിടെ എവിടെ മൊബൈലിൽ ശബ്ദം കേൾക്കുന്നില്ല. വലിയ ശബ്ദം ഇവിടെ ഉണ്ട്. ഇല്ല. അതെ അതെ ഇവിടെ ഇവിടെ കേൾക്കാമേ. എവിടെ? ഇവിടെ ഉണ്ട്. ഇല്ല കിച്ചൺ അവളെ ലച്ചുവിന്റെ മൊബൈൽ ഇതിന്റെ അകത്ത് കിടക്കണ്. ഫോൺ അതിനകത്ത് അച്ഛൻ തുറക്കുന്ന തുറക്കച്ചാ, ഫോൺ എടു. ഫോണിനകത്ത് എങ്ങനെ വന്നത്? ഫോൺ എവിടെ? റിങ്. ആ അയ്യോ ലച്ചു ഈ ഭ്രൂണാവസ്ഥയെ കിടക്കണ. ലച്ചേ നീ എവിടെ കിടക്കണമെന്നുണ്ടാ? എണീക്ക് അയ്യോ പാവം ചൂട് പിടിച്ച് കിടന്നു പോയതാട്ടാ. എണീക്ക്. അയ്യോ ഞാൻ ഈ നനയ്ക്കുള്ള തുണി എടുത്തപ്പോഴേ ഈ പഴം തുണി ഇതിന്റെ അകത്ത് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ കൊണ്ടിട്ട് എണീക്ക് ലച്ചു. ചല്ല് വെച്ചിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കൂലേ? വെറുതെ അല്ല നേരത്തെ മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു ഒറ്റയ്ക്ക് വലിച്ചോണ്ട് വന്നപ്പോ. എങ്ങനെ വെയിറ്റ് ഉണ്ടാവണ്ടെങ്കിൽ ഒരുപാട് ഇതകത്ത് കിടക്കല്ലേ. ദൈവമേ, ലോണ്ടറി കൊടുക്കാനുള്ളായിരുന്നു. കൊടുത്തിരുന്നെങ്കിൽ വാഷിംഗ് മെഷീൻ നടന്ന് കറങ്ങി നല്ല വൃത്തിയും വെടുപ്പുള്ള ലച്ചുവിന് നമുക്ക് കിട്ടിയത്. അമ്മ അമ്മ